ജില്ലയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പറഞ്ഞ് ഇടുക്കിക്കാരെ കബളിപ്പിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും LDF നേതാക്കളും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒക്ടോബർ 15-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചുവെന്നായിരുന്നു ഇവരുടെ പ്രചാരണം. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നെന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവോടെ വ്യക്തമായതായും ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വാണിജ്യ ആവശ്യങ്ങൾ, ഏലം കൃഷി എന്നിവ ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉത്തരവ്. ഇതോടെ കട്ടപ്പന അടക്കമുള്ള ജില്ലയിലെ ഷോപ്പ് സൈറ്റുകൾക്കും ഏലം കൃഷി ചെയ്യുന്നവർക്കും ഈ സർക്കാർ പട്ടയം നൽകില്ലെന്ന് വ്യക്തമായി. ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷി എന്ന തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം ലഭിക്കാത്ത തോപ്പനാംകുടി, പച്ചടി മേഖലകളിലും ഇനി പട്ടയം ലഭിക്കില്ല. ജില്ലയിലെ യഥാർത്ഥ ഭൂപ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ അതിനുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ജനപ്രതിനിധി ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ അതിനുള്ള ഒരു നടപടിയും സർക്കാരിന്റെയോ ജില്ലയിൽ നിന്നുള്ള MLA-മാരുടെ ഭാഗത്തുണ്ടാകുന്നില്ല, മലയോര മേഖലയിൽ നിന്നുള്ള MLA-മാരുടെ ഭാഗത്തുണ്ടാകുന്നില്ല. അപ്പൊ കഴിഞ്ഞ ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ ഇന്നലെ വരെ 3 ഉത്തരവുകളാണ് നമ്മുടെ ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ഇറക്കിയിട്ടുള്ളത്. ഒക്ടോബർ മാസം 18-ാം തീയതി ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് 3 ഉത്തരവുകളാണ് 5 മാസത്തിനുള്ളിൽ റവന്യൂ വകുപ്പ് ഇറക്കിയത്. ഇതിൽ ഓരോ ഉത്തരവിലും പറയുന്നത് പരസ്പര വിരുദ്ധ കാര്യങ്ങളാണ്. പ്രശ്നങ്ങൾ പഠിക്കുവാനും ഇവ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാതെ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ജനവികാരം തണുപ്പിക്കുവാൻ കാണിക്കുന്ന തട്ടിപ്പുത്തരവുകളാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ ഷോപ്പ് സൈറ്റിന് പട്ടയം നൽകാമെന്നതായിരുന്നു ഒക്ടോബർ 18-ന് ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് പട്ടയം നൽകാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറയുന്നു. ഏലം കൃഷി ചെയ്യുന്നവരെയും ഷോപ്പ് സൈറ്റുകളെയും ഒഴിവാക്കി പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിനകത്തും CHR-ൽ പുതുതായി പട്ടയം ലഭിക്കാനുള്ള ആളുകൾ അപേക്ഷ സ്വീകരിക്കാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഒരു 4-5 മാസത്തിനുള്ളിൽ 3 ഉത്തരവുകൾ ഇറക്കിയ ഉത്തരവ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരവുകളാണ് ഈ സർക്കാർ ഇറക്കിയിട്ടുള്ളത്. ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം ലഭിക്കാത്ത തോപ്പനാംകുടി, പച്ചടി മേഖലയിൽ പട്ടയം നൽകുന്നതിനുള്ള തീരുമാനമുണ്ടാകണം. ഇതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ നടപ്പിലാക്കാൻ കഴിയാത്ത ഉത്തരവുകൾ ഇറക്കി സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ബിജോ മാണി, കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.